തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം. എന്നെ കാണണമെന്ന് വിചാരിക്കുന്ന ഒരാള് ഉദ്ധവ ഭാഗവത ഗ്രന്ഥം തുറന്നു നോക്കിയാൽ മതി. ആ ഭാഗവത ഗ്രന്ഥത്തിലേക്കാണ് ഞാൻ എൻ്റെ എല്ലാവിധ തേജസ്സിനെയും ആക്കി മാറ്റുന്നത്. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, ഭഗവാന്റെ പ്രത്യക്ഷമാകുന്ന സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നതായ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ അനുഭവിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഭാഗവതത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചേർന്നാൽ മതി. പഠസ്വ സ്വമുഖേനൈവ ശ്രീമദ് ഭാഗവതം. തൻ്റെ കയ്യിലേക്ക് ഭാഗവതം എടുത്ത് ഭാഗവതത്തിനെ ഒന്ന് കാണുന്നതോടുകൂടി ദർശനാത് സ്പർശനാത് പാപനാശിനി, ഭാഗവതത്തിനെ ഒന്ന് തൊട്ടാൽ മതി, ഭാഗവതത്തിനെ കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ മതി, ഭാഗവത ഗ്രന്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വീണ് നമസ്കരിച്ചാൽ മതി. കോടി ജന്മ സമുത്ഥേന പുണ്യേനൈവതു ലഭ്യതേ. കോടി ജന്മങ്ങളിൽ ചെയ്തതായ പുണ്യം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഈ ഭാഗവതത്തിന് മുന്നിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ. ആര് ഭാഗവതം പറയാനായിട്ടിരുന്നാലും ഭഗവാൻ അവരുടെ ആ ഹൃദയത്തിലേക്ക് കയറിയിരിക്കും. സമാധിനാനുസ്മര തദ്വിചേഷ്ടിതം. ഭാഗവതം പറയുന്ന ആളുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ ഇരുന്ന്, ഭാഗവതം കേൾക്കുന്ന ആളുടെ ഹൃദയത്തില് ഭഗവാൻ ഇരുന്ന്, പറയുന്നത് ഭഗവാൻ, കേൾക്കുന്നതും ഭഗവാൻ. ഭാഗവതം പറയാനായിട്ട് പുറപ്പെടുമ്പോ ഇനി എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഭഗവാനെ മറന്നു വിചാരിക്കുക. പറയുന്ന ആള് ചിലപ്പോൾ മറക്കൂത്രേ. കണ്ണുകൊണ്ട് വേറെ ഓരോന്ന് കാണുമ്പോ, കാതുകൊണ്ട് വേറെ ഓരോന്ന് കേൾക്കുന്ന സമയത്ത് ചിലപ്പോ അവര് ഭഗവാനൊക്കെ മറന്നാലോ. അതിനു വേണ്ടി പേരിനൊരു ഗ്രന്ഥം വേണമെന്നുണ്ടെങ്കിൽ മുന്നിൽ വെച്ചോളൂ. അപ്പൊ ഏതാ ഈ ഭഗവാന്റെ ഭാഷ എന്നുള്ളത് ആർക്കും പറയാൻ സാധിക്കില്ല. അവരവർക്ക് അറിയുന്ന ഭാഷയിലുള്ള ഒരു ഗ്രന്ഥം മുന്നിൽ അങ്ങനെ വെക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന ആക്കും തോന്നും, ഉത്തരേ ഞാൻ പറയുന്നത് മാറണുണ്ടോ. അങ്ങനെ ഒരു സംശയം വരുമ്പോ നേരെ മുന്നിലേക്ക് നോക്കിയാൽ മതി. പറയുന്ന ആൾക്ക് എന്തെങ്കിലും സംശയം വരുമ്പോ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, പ്രത്യക്ഷമാകുന്ന കണ്ണിന്റെ മുന്നിൽ ഞാനുണ്ട് കേട്ടോ, കണ്ണിന്റെ മുന്നിൽ ഞാനുണ്ട് എന്ന് പറയാനായി ഭാഗവത രൂപിയായിരിക്കുന്ന ഭഗവാൻ പറയുന്ന ആളുടെ മുന്നിലിരിക്കും. കേൾക്കുന്ന ആൾക്കാരും ചിലപ്പോ കാതുകൊണ്ടൊക്കെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, കണ്ണുകൊണ്ട് ചിലപ്പോ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മുന്നിലും ഭാഗവത സ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ ഒരു ഗ്രന്ഥമായിട്ട് നേരെ മുന്നിൽ ഇങ്ങനെ നിൽക്കൂത്ര. എന്നെ കണ്ടാൽ മതി കേട്ടോ, എന്നെ കേട്ടാലും മതി, എന്നെ കണ്ടാലും മതി, എന്നെ കേട്ടാലും മതി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആളുടെയും കേൾക്കുന്ന ആളുടെയും ഇടയിലാണ് ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഇരിക്കുക. തേനേയം വാക്മയീ മൂർത്തി പ്രത്യക്ഷായേന വർത്തതേ. പ്രത്യക്ഷം കണ്ണിന്റെ മുന്നിൽ അങ്ങനെ കാണുന്ന സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ എപ്പോഴും ആസ്വദിക്കാൻ പറ്റും. അതാണ്, കണ്ണുണ്ടെങ്കിലും ആസ്വദിക്കാം, കണ്ണില്ലെങ്കിലും ആസ്വദിക്കാം, കാതുണ്ടെങ്കിലും ആസ്വദിക്കാം, കാതില്ലെങ്കിലും ആസ്വദിക്കാം. കണ്ണുകൂട്ടന്മാരും ഒക്കെ അറിയാതെ ഓരോ കാര്യങ്ങൾ കണ്ട് ഇതാണ് സത്യത്ത് വിചാരിച്ച് അതിന്റെ പിന്നാലെ ഓടിപ്പോകൂത്രേ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ തൊട്ടതല്ല സത്യം. ഈ തൊട്ടതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അവസാനം അവര് തൊടുന്നതായ ഒരു ഗ്രന്ഥമുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളും തൊട്ടു നോക്കി ആദ്യമൊക്കെ നല്ല രുചിയുണ്ട് തോന്നിയത്രേ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് മനസ്സിലായി ഈ രുചിയല്ല വേണ്ടത്. ഭാഗവതത്തിന്റെ അടുത്തങ്ങനെ ഇട്ട് ഭാഗവതം കേൾക്കാനായിട്ട് പുറപ്പെടുമ്പോ അന്യത്ര സ്യാദ് രതി ക്വചിത്, വേറൊരു ഗ്രന്ഥത്തിന്റെ പിന്നാലെ പോണ്ട എന്നുള്ള രീതിയിൽ നമ്മളെ മുഴുവനും അനുഗ്രഹിക്കുന്ന തേനേയം വാക്മയീ മൂർത്തി, വാക്കുകളെ കൊണ്ട് നിർമ്മിച്ചതായ ഭഗവാന്റെ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അല്ലെ, ഏകാദശസ്കന്ധത്തിൽ വർണ്ണിക്കും മാത്രാസ്വരോ വർണ്ണ ഇതി സ്തവിഷ്ഠ.
എന്താ ഈ ഭഗവാന്റെ രൂപം, എന്താ ഭഗവാന്റെ രൂപം എന്നുള്ളത് ആളുകൾക്ക് ആർക്കും മനസ്സിലാവില്ല. ചിലപ്പോ സംസാരിക്കാൻ സാധിക്കാത്ത ആൾക്കാർ ഭഗവാനെ പറ്റിയിട്ട് പറയും, മൂക്കാസ്വാദനം എന്നൊക്കെ പറയും. സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാര് പായസം കണ്ട കഴിച്ച് 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 സന്തോഷം സഹിക്ക വയ്യാതാവുമ്പോ എങ്ങനെ അതൊന്ന് പ്രകടിപ്പിക്കുക ഭഗവാനെ? ഇതൊന്ന് പ്രകടിപ്പിക്കട്ടെ അല്ലേ? തന്റെ ആ സന്തോഷത്തിനെ മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ ഒന്ന് പ്രകടിപ്പിക്കണ്ടേ എന്നുള്ള രീതിയിൽ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മൂക്കൊണ്ടും ശരീരം കൊണ്ടും സംസാരിക്കാൻ വയ്യ. അപ്പൊ അവരുടെ ഒരു പ്രകടനം ഉണ്ട് അത്ര. ഇങ്ങനെയാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് എത്തിച്ചേർന്ന് എങ്ങനെയായിപ്പോ ഈ ഭഗവാനെ പറ്റിയിട്ട് പറയുക? ലീലാ കഥാ തവ, ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ലീലാകഥകള്. സംസാര സിന്ധുമതി ദുസ്തരമുത്തിതീർഷോ നന്യപ്ലവോ ഭഗവത പുരുഷോത്തമസ്യ ലീലാകഥ. അതിമനോഹരമാവുന്ന ഭഗവാന്റെ കഥയാകുന്ന സംസാര സാഗരത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അതിൽ നിന്ന് മുങ്ങി 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 അനവധി കാലമായി ഗംഗയിൽ ഒന്ന് പോയി കുളിക്കണം എന്ന് വിചാരിക്കുന്നു. ഗംഗാസ്നാനം. ചില ആൾക്കാർ ഗംഗയിൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വന്ന കൂട്ടത്തിൽ വന്ന ആൾക്കാരൊക്കെ പറയും, എന്താ കയറുകയില്ലേ. അവർക്ക് വെള്ളത്തിലിറങ്ങിയിട്ട് ഗംഗയിൽ ഇറങ്ങിയിട്ട് മതിയാവിടില്ല. പിന്നെയും കയറി പിന്നെയും ആ ഗംഗയിലേക്ക് ഇറങ്ങി സ്നാനം ചെയ്യുന്നത് പോലെ ഭഗവാന്റെ കഥയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് സമാധിനാനുസ്മര തദ്വിജേഷ്ടിതം, എന്തെന്നില്ലാത്ത പരമമായിരിക്കുന്ന ആനന്ദം എങ്ങനെ ഹൃദയത്തിൽ നിന്നങ്ങോട്ട് പൊട്ടി ഒഴുകൂത്രേ. അങ്ങനെ ഭഗവാന്റെ ആ കഥകള്, അതിനിപ്പോ ഏതക്ഷരം എന്നാ പറയാൻ അറിയില്ല. മനസ്സിന്റെ കമ്പനങ്ങളാണ് ഭഗവാനായിട്ട് പുറത്തേക്ക് വരിക എന്ന് പറയും. മാത്രാസ്വരോ വർണ്ണ ഇതിസ്തവിഷ്ഠ. കണ്ണുണ്ടെങ്കിലും ആസ്വദിക്കാം, കാതുണ്ടെങ്കിലും ആസ്വദിക്കാം, മൂക്കുണ്ടെങ്കിലും ആസ്വദിക്കാം, ഇനി ഒന്നും ഇല്ലെങ്കിലും തിരക്കടില്ല. അത്ര ഒരു ബുദ്ധി ഭഗവാന്റെ മുന്നിലേക്ക്. എന്തോ കർമ്മപ്രാരബ്ധം കൊണ്ട് ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ പാപം ചെയ്ത് ഇവിടെ ഈ ലോകത്ത് മനുഷ്യ ശരീരം കിട്ടിയപ്പോ ബുദ്ധിയില്ല, കണ്ണ് കാണുന്നില്ല, കാതുകൊണ്ട് കേൾക്കാൻ സാധിക്കണില്ല, കാലുകൊണ്ട് നടക്കാൻ സാധിക്കണില്ല എന്നുണ്ടെങ്കിലും അവർ ഈ ഭാഗവതത്തിന് മുന്നിലങ്ങനെ എത്തിച്ചേരുന്നതോട് കൂടിയിട്ട് അവർക്ക് പരമമായിരിക്കുന്ന ആനന്ദത്തിനെ പ്രദാനം ചെയ്യുന്ന ഈ ശ്രീമദ് ഭാഗവതം അല്ലെ, അതാണ് ഒന്നും വേണ്ടാത്രേ. ഭാഗവതത്തിന് മുന്നിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാവിധ അനുഗ്രഹത്തിനെയും ഭഗവാൻ അതാ പ്രദാനം ചെയ്യുന്നു. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നടക്കാൻ വയ്യാത്ത ആൾക്കാർ ചിലപ്പോ പലരും നടക്കണമെന്ന് കാണുമ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാവും, എനിക്കൊന്ന് നടക്കണേ ഭഗവാനെ, എനിക്കൊന്ന് നടക്കണേ. കേൾക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് നന്നായിട്ട് കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. സംസാരിക്കാൻ വയ്യാത്ത ആൾക്കാർ, ചില അക്ഷരങ്ങളൊന്നും പുറപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് തോന്നും മറ്റുള്ളവരൊക്കെ സംസാരിക്കണത് പോലെ സംസാരിക്കാൻ സാധിക്കണേ. ഭാഗവതത്തിന്റെ മുന്നിലങ്ങനെ വന്നിരിക്കുന്നതോടുകൂടി ആ ഭഗവാൻ എല്ലാവിധ അനുഗ്രഹത്തിനെയും പ്രദാനം ചെയ്യുന്നു. തേനേയം വാക്മയീ മൂർത്തി പ്രത്യക്ഷായേന വർത്തതേ. സപ്താഹ മണ്ഡപത്തിലേക്ക് എത്തിച്ചേരുമ്പോ എത്രത്തോളം അടുത്തിരിക്കാൻ പറ്റുമോ അത്രത്തോളം അടുത്തിരിക്കണം എന്ന് പറയും. അടുത്തേക്ക് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങനെ ഇരുന്ന് പലരും ശരീരം കൊണ്ട്, കാതുള്ള ആൾക്കാർ കേൾക്കാൻ വേണ്ടി അടുത്തിരിക്കും, കണ്ണുള്ള ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് അടുത്തിരിക്കും, മൂക്കുള്ള ആളുകള് ഭഗവാന്റെ പാദ തുളസീഘ്രാണം, ഭഗവാന്റെ പാദത്തിലുള്ളതായിരിക്കുന്ന തുളസിയുടെ ഒരു ഗന്ധം അത് എന്നിലേക്കാവണേ ആണ്. ഭഗവാനെ തൊഴാൻ വേണ്ടി ശ്രീകോലിന്റെ മുല്ലങ്ങനെ വന്ന് ഭക്തന്മാർ നിൽക്കുന്ന സമയത്ത് ചിലപ്പോ മേശാന്തി ഭഗവാന്റെ പാദത്തുനിന്ന് ചെറിയൊരു പൂവ് കയ്യിലേക്ക് എടുത്തങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടാട്ടോ. എൻ്റെ ഭഗവാനെ സന്തോഷായി, അങ്ങ് അനുഗ്രഹിച്ചു എന്ന് മനസ്സിലായിട്ടോ ഭഗവാനെ. ഞാൻ വന്നതിനെ അങ്ങ് കണ്ടു എന്നുള്ളതാണ് എനിക്കിത് അപ്പം മനസ്സിലായത്. അതൊക്കെ കിട്ടിയില്ല വെച്ചാലുള്ള സ്ഥിതി.
എത്ര കാലം മെനക്കെട്ട് വന്നതാ ഭഗവാനെ ഞാൻ. അല്ല, ചിലപ്പോ എന്നെ കാണാനായി ഉണ്ടാവില്ല. അതാണ് എന്നെ കാണാനുള്ളതായിരിക്കുന്ന ഒരു പുണ്യം ഞാനിതാ ചെയ്തുണ്ടാവില്ല ഭഗവാനെ, ചെയ്തുണ്ടാവില്ല ഭഗവാനെ. പാദ തുളസീ ഘ്രാണം, ഭഗവാന്റെ പാദത്തിലുള്ളതായിരിക്കുന്ന തുളസി അത് തൻ്റെ ആ മൂക്കിന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുമ്പോ, കാതിന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുമ്പോ, കണ്ണിന്റെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോ ആണ് പരമമായിരിക്കുന്ന ആനന്ദം. പലരും ശരീരം അടുത്തേക്ക് അങ്ങനെ വെക്കും. ഇത്ര സപ്താഹ മണ്ഡപത്തിന് മുന്നിലേക്ക് വരുമ്പോ ഞാനാട്ടോ ആദ്യം പ്രസാദം വാങ്ങുക, ഞാനാണ് ആദ്യം പ്രസാദം വാങ്ങുക. അത് നമ്മളുടെ സ്വാർത്ഥത കൊണ്ടല്ല. ഭക്തന്മാർക്ക് തോന്നൂത്ര ഞാനാണ് മുന്നിൽ എന്നുള്ള രീതിയിൽ പലരും എത്ര പറഞ്ഞാലും കേൾക്കില്ല. വരിക്ക് വരണം. എന്ത് വരി, എവിടെ വരി? ഭഗവാന്റെ മുന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഭഗവാന്റെ മുന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള, എനിക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള രീതിയിൽ ഭക്തന്മാര് ആദ്യം പ്രസാദം കിട്ടിയ കേമായി, ആദ്യം ഭഗവാനെ കാണാൻ സാധിച്ചാൽ കേമായി, ഒക്കെ ഞാൻ തന്നെ വേണം എന്നുള്ള രീതിയിൽ മുന്നിലേക്ക് ശരീരം കൊണ്ടതാ വരുമ്പോ ഭഗവാൻ അവിടേക്കെല്ലാം നോക്കാത്രേ. തദേവഹാരം വദമന്യസേചൽ. ഭഗവാനെ കാണാനായിട്ട് വരുമ്പോ പല ആൾക്കാരും പലതരത്തിലുള്ള മാലകളൊക്കെ അണിഞ്ഞ്, എന്തൊക്കെ മാലകളാ അണിയാ അറിയില്ല അല്ലേ, അനവധി മാലകള്, രുദ്രാക്ഷമാല, അതേപോലെ തുളസി മാലകള്, സ്വർണ്ണമാല, വെള്ളിമാല, അല്ലെങ്കിൽ ഈ കലികാലത്തുള്ള ആൾക്കാർക്ക് മാല ഇടൽ കുറച്ച് കൂടുതലാണ്. എത്ര മാലയാണ് അറിയില്ല, അനവധി മാലകളിട്ട് ഭഗവാനും അതൊക്കെ അടിച്ചിട്ടുണ്ട്. എന്തേലുണ്ട് കുറേ മാല കഴുത്തിൽ, എത്ര മാലകളാതാ വിചാരിച്ചത്. ഇങ്ങനെ അനവധി മാലകൾ അണിഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോ ആ മാലയ്ക്കൊന്നും ഭഗവാൻ നോക്കില്ല പറയും. ഭഗവാൻ എക്കട്ടെ നോക്കൂ, ഭഗവാൻ തന്ന മാലയ്ക്കേ നോക്കുള്ളൂ. ഭഗവാൻ ഓരോ ദിവസവും നമ്മൾ ഭഗവാനെ ഉപാസിച്ച് എഴുന്നേൽക്കുമ്പോ നമ്മളെ കഴുത്തിലേക്ക് നമ്മളറിയാതെ ഭഗവാൻ ഒരു മാല അണിയിക്കുന്നുണ്ട്, നമ്മളെ കാതിലേക്ക് ഒരു ആഭരണം ഭഗവാൻ ഇത് അണിയിക്കുന്നുണ്ട്. ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മളെ കണ്ണിലേക്ക് ഇതാ എത്തിച്ചേരുമ്പോ അതാണ് ഭക്തന്മാര് അടുത്തേക്ക് അങ്ങനെ വന്ന് എനിക്കെന്നെ കിട്ടണേ എന്നുള്ള രീതിയിൽ അടുത്തേക്ക് വരും അവര്. എന്നാ ഭഗവാനെ കിട്ടാൻ നോക്കുക, ഭഗവാൻ മനസ്സിൽ നോക്കൂത്രേ, അവന് കൊടുക്കാനായിട്ടോ, ഇവരെ അനുഗ്രഹം കൊടുക്കാനായിട്ടോ എന്നുള്ള രീതിയിൽ അവരുടെ കയ്യിലേക്ക് നോക്കാതെ, അവരുടെ ശരീരത്തേക്ക് നോക്കാതെ, അവരുടെ കണ്ണിലേക്ക് നോക്കാതെ അവരുടെ മനസ്സിലേക്ക് ഭഗവാൻ ഒന്ന് നോക്കും. എത്രത്തോളം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, എത്രത്തോളം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണോ, എന്നെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണോ വന്നത് എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സ്, ആ മനസ്സുള്ള ആൾക്കാര് എത്ര ദൂരത്തിരുന്ന് കഴിഞ്ഞാലും എന്തു വേണം, എൻ്റെ അനുഗ്രഹം ഉണ്ടാവണേ. തേനേയം വാക്കുമയീ മൂർത്തി. കണ്ണുള്ള ഒരാൾക്ക് അടുത്ത് വന്നിരുന്നാലേ കാണാൻ പറ്റും, കാതുള്ള ആൾക്കാർക്ക് അത്ര അടുത്തല്ലാച്ചാലും കേൾക്കാൻ പറ്റൂ അത്രേ. കുറച്ച് ദൂരത്തിരുന്ന് കഴിഞ്ഞാലും ആ ഭഗവാനെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. തേനേയം വാക്മയീ മൂർത്തി പ്രത്യക്ഷായേന വർത്തതേ. പ്രത്യക്ഷ ഭഗവാന്റെ സ്വരൂപം ശ്രീമദ് ഭാഗവതം നമ്മളെ മുന്നിലേക്ക് എത്തിച്ചേർന്നു. ആ ഭഗവാന്റെ അനുഗ്രഹം അതാണതാ നമ്മളെല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ജന്മാദ്യസ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവത ഗ്രന്ഥം ആരംഭിക്കുന്നത്. വേദവ്യാസ മഹർഷി എത്രയെത്ര പുരാണങ്ങൾ എഴുതി, എത്രയെത്ര കാര്യങ്ങൾ അദ്ദേഹം ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളത് അറിയില്ല. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു ഞാൻ ചെയ്തത് അങ്ങോട്ട് പൂർണ്ണമായോ എന്നൊരു സംശയം. എല്ലാവർക്കും അങ്ങോട്ട് സന്തോഷമാവും. അങ്ങനെ ആയില്ല കേട്ടോ. എന്ത് വേണം, ഭഗവാനെ ഒരു പ്രധാന നായകനാക്കി ഒരു ഗ്രന്ഥം എഴുതണം. എങ്ങനെയുള്ള ഭഗവാനെ എന്നുള്ളത് അന്വേഷിച്ചു. എങ്ങനെയുള്ള ഭഗവാനെ? അത് ഗോലോകത്തില് എന്നെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന ഭക്തന്മാർക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ഭഗവാനായിരിക്കണം. ഗർഗ സംഹിതയിലൊക്കെ വർണ്ണിക്കും. ഗോലോകത്തുള്ള ഭഗവാൻ എങ്ങനെയാ ചോദിച്ചാൽ, തൃക്കാല് രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചച്ചുവെച്ചും തൃക്കയ്യിൽ കാഞ്ചനോടക്കുടലുമത പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി
കരിമുകിൽ വടിയവും പൊണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈ തൊടുന്നേൻ രാധാസഹായം അതിസുന്ദര മന്ദഹാസം. തൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ മുന്നിലേക്ക് ചിരിച്ചിരിക്കുന്ന രാധാദേവിയോടുകൂടിയ കൃഷ്ണൻ, അതാണ് ഗോലോകത്ത്. ആ ഗോലോകത്തെ ഭഗവാനെയാണ് എല്ലാവരും പോയിട്ട് പ്രാർത്ഥിക്കുന്നത് അത്രേ. അങ്ങനെ ഗോലോകത്തുള്ള ഭഗവാൻ ചോദിച്ചു, എവിടേക്ക് വേണം ഞാനത് അവതരിക്കാനായിട്ടതാ എത്തിച്ചേരുക? അങ്ങനെ രാധാ സമേതനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പ്രധാന നായകനാക്കി, രാധാദേവിയോട് കൂടിയ ഭഗവാനെ പ്രധാന നായകനാക്കിയിട്ട് ഒരു ഗ്രന്ഥം എഴുതണമെന്ന് വിചാരിച്ചു. അതാണ് സുന്ദരീം കൃഷ്ണവല്ലഭാം. കൃഷ്ണൻ എവിടെയാണോ അവിടെയൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടാവാൻ വേണ്ടി ഞാനും കൂടി നിന്നാലേ സൗന്ദര്യാവൂ എന്ന് ഭക്തന്മാർക്ക് തോന്നുന്ന രീതിയിൽ രാധാദേവിയോട് കൂടിയ ആ ഭഗവാൻ പറയൂ, നീ അങ്ങോട്ട് മാറിന്നോ, എനിക്ക് സൗന്ദര്യം ഉണ്ട്. നീ അങ്ങോട്ട് മാറിന്നോ. അല്ല ഭഗവാനെ, ഞാനും കൂടി അങ്ങയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സൗന്ദര്യ. ഇവിടെ മഹാലക്ഷ്മി ലോകം മുഴുവനും അന്വേഷിച്ച് പോയി നോക്കിയത്രേ, ആരെ കല്യാണം കഴിക്കണമെന്ന്. അവരിലൊക്കെ ഓരോ ദോഷങ്ങൾ കണ്ട് അവസാനം പാലാഴിയുടെ തീരത്ത് ഇരിക്കണുണ്ട് അത്ര ഒരാള്. തിരിഞ്ഞു നോക്കണോടില്ലല്ലോ, ഞാൻ ഇത്ര നല്ല പട്ടുസാരി ഉടുത്തിട്ട്, ഞാൻ കഴുത്തിൽ ഇത്ര ധാരാളം ആഭരണങ്ങൾ ഇത് അണിഞ്ഞിട്ട് എന്നൊന്ന് തിരിഞ്ഞു നോക്കാനുള്ളൊരു ഭാവം പോലും ഇല്ലല്ലോ. പാലാഴിയിലേക്ക് മാത്രം ഇങ്ങനെ നോക്കിയിരിക്കണ സാക്ഷാൽ ഭഗവാനെ ആ ലക്ഷ്മി ഭഗവതി വന്നതാ കണ്ടു അത്രേ. ലക്ഷ്മി ഭഗവതിക്ക് തോന്നി, എന്നെ ഇങ്ങോട്ട് വേണ്ടാച്ചാലും എനിക്ക് വേണം കേട്ടോ ഭഗവാനെ, എനിക്കങ്ങയെ വേണം എന്നുള്ള രീതിയിൽ പിന്നാലെ നടക്കണു. ആരെ? ലക്ഷ്മി ഭഗവതി. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങോട്ട് അവതരിച്ചതോട് കൂടിയിട്ട് അവിടെ വരുന്ന ആളുകൾക്ക് മുഴുവനും എന്തെന്നില്ലാത്ത ഐശ്വര്യത്തിനെ അല്ലെ നന്ദഗോപുരം ഇങ്ങനെ ദാനം ചെയ്യുക. അത്ര നന്ദഗോപുരം എടുത്തിങ്ങനെ ദാനം ചെയ്ത് വരുന്ന ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കണ സമയത്ത് പരീക്ഷിത് മഹാരാജാവിന് തന്നെ അത്ഭുതമായി. പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു, അല്ല ഇത്രയൊക്കെ ഐശ്വര്യം ഉണ്ടോ അവിടെ? ഈ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ? അപ്പോഴാ പറയണത്, അതേ കൃഷ്ണൻ വരുന്നതിന്റെ മുന്നേ ഒരാൾ ഇവിടെ വന്ന് എന്താണ് സുന്ദരിം കൃഷ്ണവല്ലഭാം, ഈ കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ വേണ്ടിയും ഒരാൾ ആദ്യേ അവിടെ വന്നിട്ടുണ്ട് അത്രേ. ആരാ? അതാണ് രമാക്രീഡമഭൂനൃപ. രമാദേവി സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ കൂട്ടത്തില് വരുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി രമാദേവി ലക്ഷ്മി ഭഗവതി ആദ്യേ അവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ തന്നെ പ്രധാന നായകനാക്കി ഒരു ഗ്രന്ഥം എഴുതണമെന്ന് വേദവ്യാസ മഹർഷി തീരുമാനിച്ചു. അങ്ങനെ സർവ്വ ഐശ്വര്യത്തിനെയും പ്രദാനം ചെയ്യുന്ന ഭഗവാനാണ് ഭാഗവതത്തിലെ നായകൻ. അതുകൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്ന ഭാഗവതത്തിന് ശ്രീമദ് ഭാഗവത് എന്ന പേര്. ശ്രീസമേതനായിരിക്കുന്ന കൃഷ്ണനെയാണ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. ഐശ്വര്യത്തിനെ പ്രദാനം ചെയ്യുന്നതായിരിക്കുന്ന ഭഗവാൻ. കൃഷ്ണൻ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഐശ്വര്യം കൊടുക്കണം എന്ന് അത്ര ആഗ്രഹമൊന്നുമില്ല. അത്ര നീ ഈ ലോകത്തുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കണ സമയത്ത് അതൊന്നും അല്ല വേണ്ടത് എന്നുള്ള രീതിയിൽ ഭഗവാൻ അപ്പുറത്ത് അങ്ങനെ കാത്തു നിൽക്കുമ്പോ ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത്, ഈ ജഗത്ത് മിഥ്യയാണ് എന്നുള്ള രീതിയിൽ തന്റെ മുന്നിലേക്ക് വരുന്ന ആളുകളെ അവരെങ്ങനെ ചോദിക്കണതൊന്നും ചിലപ്പോൾ കൊടുക്കാതിരിക്കുന്നുണ്ട് വെച്ചാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ അത്ര രാധാസഹായം. ലക്ഷ്മി ഭഗവതി രാധാദേവി ഒരു കൈകൊണ്ട് മെല്ലെ ഭഗവാന്റെ കൈ ഇങ്ങോട്ട് പൊന്തിക്കും. അനുഗ്രഹിച്ചോളൂ കേട്ടോ ഭഗവാനെ എന്ന് പറഞ്ഞ രാധാസഹായം അതിസുന്ദരമന്ദഹാസം. അങ്ങനെ രാധാദേവിയോട് കൂടിയതായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രധാന നായകനാക്കി നിർമ്മിച്ചതായിരിക്കുന്ന ശ്രീമദ് ഭാഗവതമാണ് നമുക്കിതാ കേൾക്കുവാനായിട്ട് സാധിക്കും. അതും സത്രരൂപത്തില് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നമുക്കിതാ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം.